തെലുങ്ക് നാട്ടിൽ നിന്ന് മറ്റൊരു ടീസർ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ വിജയ് ദേവർകൊണ്ടയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള റൗഡി ജനാർദ്ദൻ. പുള്ളിക്ക് ആക്ച്വലി റൗഡി എന്നൊരു ഇരട്ട പേര് പുള്ളിക്കുണ്ടല്ലോ. അപ്പം ആ പേരിൽ തന്നെ ഒരു പടം ഇറക്കാന്ന് പറഞ്ഞായിരിക്കും. പുള്ളിക്കൊരു നല്ല പടം അടുത്ത് കിട്ടിയിട്ടില്ലല്ലേ? അല്ലല്ല, കിങ്ഡം ഉണ്ടായിരുന്നു. കിങ്ഡം ഒരു ആശ്വാസം പടമായിരുന്നു. കിങ്ഡം ഒരു പ്രതീക്ഷ അത്ര ലെവല് ഹിറ്റായില്ലെങ്കിലും പേഴ്സണലി ഞാൻ ഫാമിലി സ്റ്റാർ. അപ്പോൾ എനിക്ക് ആക്ച്വലി കിങ്ഡം കണ്ടപ്പോൾ കിങ്ഡം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടം, ഡീസൻറ്റ് പടം. പക്ഷേ നമ്മൾ പ്രതീക്ഷ ഭയങ്കര ലെവല് പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് തിരിച്ചു വരാമെന്നുള്ള ലൈനിലേക്ക് പോയില്ലെങ്കിലും ഒരു വളരെ ഡീസൻറ്റ് പടമായിരുന്നത്. സോ അപ്പോൾ അതിനുശേഷം അടുത്ത സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. റൗഡി ജനാർദ്ദൻ എന്ന പടത്തിൻ്റെ പേര്. നമുക്ക് അതിൻ്റെ ടീസർ കണ്ടു നോക്കാം. ഓ, ഇതും ടീസർ അല്ല കേട്ടോ, ഇത് ടൈറ്റിൽ ഗ്ലിംസ് ആണ്. സോറി. ഈ ഷോട്ട് ഒരുപാട് പടങ്ങളിലായല്ലേ? നിരന്ന് വണ്ടി ആണോ? ആനന്ദ് ചന്ദ്രൻ, ഓ ക്രിസ്റ്റോ സേവിയർ, അടിപൊളി. ഇത് വേറെ പരിപാടികളുണ്ടല്ലേ? മറ്റേ 300 വൈബൊക്കെ അല്ലേ? കൊല അല്ലേ? കൊല്ലാതെ എങ്ങനെ ശക്തി കാണിക്കും? വിഷ്വൽ സ്റ്റൈൽ മൊത്തത്തിൽ ഒരു ക്രിസ്റ്റോ സേവിയർ ആണ് മ്യൂസിക്. കണ്ടാ വിഷ്വല് എത്ര സാധനം, വിഷ്വല് ഭയങ്കര രസമുണ്ടല്ലേ? ഈ വിഷ്വൽ ലാംഗ്വേജ് കുറച്ചധികം ഈ സാധനം കണ്ടു. മറ്റേ പ്രിസം ആ ഫിൽട്ടർ എഫക്ട്സ് പോലത്തെ ഒരു പരിപാടി. രവി കിരൺ കൊല തന്നെ. ഈ വിഷ്വൽ ലാംഗ്വേജ്, അതായത് സെലക്ഷൻ ഓഫ് ആംഗിളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആ സാധനം എടുക്കുമ്പോഴേക്കും നിലത്ത് വെക്കാം, അങ്ങനെ കുറച്ച് രസമുണ്ട് അത് എടുത്ത രീതി. ഇപ്പം ക്രിസ്റ്റോ സേവിയറാണ് മ്യൂസിക്. അതായത് നമ്മുടെ ബ്രഹ്മയുഗം, ഡെയസ്, ഇറ ഇതെല്ലാം ചെയ്ത ക്രിസ്റ്റോ സേവിയർ തന്നെ. ചേട്ടാ പടങ്ങളൊക്കെ പൊട്ടുമല്ല ഒരു കാര്യം ചെയ്യും മലയാളത്തിൽ നിന്ന്. അതെ. ഇപ്പം എല്ലാവരും മലയാളി ടെക്നീഷ്യൻസിനെ മറ്റ് ലാംഗ്വേജിലേക്ക് എല്ലാം നമ്മൾ കാണും, മിക്ക പടത്തിലും അവർ വരുന്നുണ്ട് അല്ലേ? അജാതി പവറാണ് ഇപ്പം. പുള്ളി ഇത്രയും സ്ലിമ്മായിട്ട് അധികം കണ്ടിട്ടില്ല. അല്ല, എനിക്ക് പുള്ളിയുടെ ലുക്ക് കൊള്ളാം. ഈ മീശയും ആ ഒരു ചെറിയ കുറ്റിത്താടി വെച്ചാൽ മീശ എത്രയൊക്കെ വെച്ചിട്ട് രസമുണ്ട് കാണുമ്പോൾ. ഒരു രക്തത്തിൽ കുടിച്ച് നിൽക്കുന്നുണ്ട്, കാണുന്നില്ല. അതെ, ഈ തമ്മിൽ ആക്ച്വലി പുള്ളിയെ കാണുമ്പോൾ നമ്മുടെ മഹാദേവന് ഓർമ്മ വരുന്നു. മണിച്ചിത്താടില് നോക്കി അല്ലേ? സരസസുന്ദരി. അത് VFXന്റെ പ്രശ്നമാണെന്ന് പറയുന്നത്. നെഞ്ചിന് മേളിലോട്ടാണ് 6 പാക്ക് ഇരിക്കുന്നത്. തമ്മിലില്ലേ പടം അല്ല, ഇവിടം വരെ ഉണ്ട് 6 പാക്ക്. അത് ഫസ്റ്റ് പാക്ക് തുറക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ. അതെ. അപ്പോൾ ഇതും അടുത്ത വർഷത്തെ പടമാണ്. ഇതും ടൈറ്റിൽ ഗ്ലിംസ് ആണ്. അപ്പോൾ ഒരു ടീസർ ട്രെയിലറൊക്കെ ഇനി വേറെ വരുമെന്നുള്ളതാണ് അതിൻ്റെ ധാരണ. വരട്ടെ നമുക്ക് എന്താ പരിപാടി എന്നുള്ളത് കാണാമല്ലോ. ഇപ്പോൾ വിഷ്വലി നല്ല രസമുണ്ട് ഇത്. അതായത് ഇതിപ്പം നമുക്ക് ഈ കാണിച്ച ടീസറിന് വേണ്ടി അല്ലെ ടൈറ്റിൽ ഗ്ലിംസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണോ അതോ ഫുൾ പടത്തിൽ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നമുക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടായ രസമായിരിക്കും. ഡിസൈൻ എന്തോ ഒരു വ്യത്യസ്തമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ മെയ്ഡ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇങ്ങനെ. അല്ല, അതാ പറഞ്ഞത്. അതിപ്പം നമ്മളിപ്പം ഈ യൂഷ്വലി ഇപ്പോൾ ടൈറ്റിൽ ടീസറൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി ചെയ്യുന്ന വീഡിയോയും പടവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവല്ലോ. ചിലപ്പോൾ ടൈറ്റിൽ ടീസർ ഭയങ്കര നല്ല പ്രൊഡക്ഷനും പടം വരുമ്പോഴത്തേക്കും അത്രയും പരിപാടി ഇല്ലാതെ വരുമല്ലോ. അപ്പോൾ അറിയില്ല, ഭയങ്കര പ്രൊഡക്ഷനിൽ ഉപരിയായി എനിക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ഭയങ്കര ഇഷ്ടം. അതായത് ഒരു ബാക്കിലൊരു ജസ്റ്റ് ഒരു ക്ലോത്ത് വലിച്ചതിൻ്റെ വളരെ മിനിമൽ. പക്ഷെ അപ്പോൾ നമ്മൾ കാണുമ്പോൾ മറ്റേ ആ ഇതുപോലെ ഇവരുടെ സില്ലോട്ട് കാണുന്നു. അതൊരു മറ്റേ പാവക്കൂത്തുണ്ടല്ലോ നമ്മൾ കാണുന്നത്. അത് ആ ഫീൽ കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ച് നമ്മൾ റീക്രിയേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു സാധനം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവർ ഒരുപാട് എലമെന്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പം മറ്റേ ഫയറിൻ്റെ ഫ്ലെയിമൊക്കെ ഫ്രണ്ടിലൊക്കെ വെച്ച് ഫോർഗ്രൗണ്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ
നമുക്ക് കാണുമ്പോൾ എന്തോ ഡെപ്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഈ ഷോട്ടിൽ. അതെ ഞാൻ മറ്റേ KGF-ന്റെ ബൂട്ട്ലെഗ് യൂണിവേഴ്സ് ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞില്ലേ, അപ്പം അന്ന് ഈ പരിപാടിയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ മറ്റേ കടപ്പുറത്ത് സെറ്റ് ചെയ്യാമെന്നുള്ള അങ്ങനെ സോണ്ട് വരും എപ്പോഴും അതെ. KGF 3 എടുക്കാൻ പ്രശാന്തിയിൽ തയ്യാറാകുമ്പോൾ ഞങ്ങളൊരു KGF 3 ബൂട്ട്ലെഗ് യൂണിവേഴ്സിലുള്ള ഒരു കൊച്ചു കഥയുമായിട്ട് വരുന്നതായിരിക്കും അല്ലേ? ഇതാരും കേൾക്കുന്നില്ല. ഇപ്പൊ അടിയോ സബ്ടൈറ്റിൽ ലാസ്റ്റ് പറഞ്ഞത് KGF കേട്ടു, സബ്ടൈറ്റിൽ പറയുന്നത് സബ്ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് മനസ്സിലായില്ല. ഓക്കെ.